റസൂലുള്ളാഹിയുടെ സുന്നത്താണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത്. മറക്കൽ തന്നെ വേണം. മുട്ടുപൊക്കലിനിടയിലുള്ള ഭാഗം മറക്കുക. അത് ഒറ്റയ്ക്ക് ഖൽവത്തിലായിരുന്നാലും ശരി. അതുകൊണ്ടാണ് ഒറ്റയ്ക്കുള്ള സന്ദർഭത്തിലാണല്ലോ പിശാച് ഏറ്റവും കൂടുതലുള്ളത്. അതുകൊണ്ടാണല്ലോ ബാത്റൂമിൽ കിടക്കുമ്പോൾ നമ്മളോട് ദുആയിരക്കാൻ പറഞ്ഞത് എന്താ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ആൺപിശാചുക്കളും ഉണ്ട് അവിടെ, പെൺപിശാചുക്കളും ഉണ്ട്. രണ്ടുപേരെ തൊട്ടും എന്നോട് കാവൽ തേടും. വേറെ ഒരു സ്ഥലത്തും അങ്ങനെ കാവൽ തേടാൻ പറഞ്ഞിട്ടില്ല. രണ്ട് സൈസും ഉണ്ട്. എവിടെ? ടോയ്ലറ്റിൽ കയറുമ്പോൾ. അതുകൊണ്ടാണ് പല ആളുകളും അവിടെ കയറിയിട്ട് മണിക്കൂറുകളോളം ചെലവഴിക്കുന്നത്. ഇതൊന്നും ചെല്ലാത്ത ചില ടീമുകൾ അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ 1.5 മണിക്കൂർ കഴിയും ഇറങ്ങി വരാൻ. അവിടെ കയറുകയാണ്. അരമണിക്കൂർ 10 മിനിറ്റ് കൊണ്ട് കാര്യം സാധിച്ച് കുളിച്ചിറങ്ങി വരേണ്ട സഹോദരിമാർ വരെ 2 മണിക്കൂർ എടുക്കാൻ വെള്ളം ഇങ്ങനെ ഒരു കളയുക. എത്രയാണ് വെള്ളം നമ്മൾ ദൂർത്തടിക്കുന്നത്. ഈ ചൂട് ഇങ്ങനെ വന്ന് നമ്മൾ ഈ വിയർപ്പിന്റെ കണികകൾ ശരീരത്തിലേക്ക് പതിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ തോർത്തുകൊണ്ട് ഇങ്ങനെ മുഖം തുടയ്ക്കുമ്പോഴാണ് നമ്മൾ ഈ വെള്ളത്തിന്റെ പ്രസക്തി അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സാഴ് വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചിരുന്നു. അത് ചുരുക്കി പറയുകയാണെങ്കിൽ ചെറിയ ബക്കറ്റ് ഉണ്ട്. ആ ബക്കറ്റിന്റെ അര ബക്കറ്റ് വെള്ളം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചിരുന്നു എന്ന ഹദീസ്. അങ്ങനെ തന്നെയാണ് കുളി നടത്തിയിട്ടുള്ളത്. നമ്മളാണെങ്കിലോ നമുക്ക് എത്ര ബക്കറ്റ് വെള്ളം വേണം? ബക്കറ്റല്ലല്ലോ ഇപ്പൊ ഷവർ അങ്ങോട്ട് തുറന്നു വെച്ചാൽ എത്രയാണ് വെള്ളം വരുന്നത്, എത്ര ഫോഴ്സിലാണ്, ഒരു കണക്കുമില്ല. 1000 ലിറ്റർ വെള്ളം ടാങ്കിൽ അടിച്ചു വെച്ചത് നിമിഷ നേരം കൊണ്ട് വൈകിട്ടാവുമ്പോൾ തീരുകയാണ്. കാരണം അത് അത്ര ദുരുപയോഗമാണ്. പൈപ്പ് ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ്. ചിലപ്പോൾ ബക്കറ്റ് നിറഞ്ഞ് വെള്ളം ഇങ്ങനെ തുള്ളി പോയിട്ടുണ്ടാവും. മക്കൾക്കൊന്നും അറിയണ്ട. വാപ്പ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. വാപ്പായുടെ സമ്പാദ്യം മക്കളെ ശരിക്കും അനുഭവിക്കാൻ ഇന്നത്തെ തലമുറ. വെള്ളത്തിന്റെ ദുരുപയോഗം നമ്മൾ നിർത്തണം. അത് പള്ളിയിലായിരുന്നാലും ബഹുമാനപ്പെട്ടതാകുന്ന ഫത്വയിൽ മുസന്നിഫ് സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്, യുസന്നു തസ്ലീസു കുല്ലു മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ വയുക്റഹു സിയാദതു അലൈഹാ വഹറാമു ഇദാ കാന മുസബ്ബര. യുസന്നു തസ്ലീസു കുല്ലു മിൻ മഗ്സൂലിൻ വ മംസൂഹിൻ. തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ. കഴുകപ്പെടുന്ന അവയവങ്ങൾ നമുക്കറിയാം. മുഖവും 2 കൈകളും 2 കാലും ഇതൊക്കെ കഴുകപ്പെടുന്ന അവയവങ്ങളാണ്. അതുപോലെ തന്നെ തടവപ്പെടുന്ന അവയവങ്ങൾ തലയും 2 ചെവികളും തടവപ്പെടുന്ന അവയവങ്ങളാണ്. ഈ അവയവങ്ങളൊക്കെ തന്നെ കഴുകലും തടവലും വേണം. വെള്ളം കൊണ്ട് 3 പ്രാവശ്യം സുന്നത്താണ്. വയുക്റഹു സിയാദതു അലൈഹാ. അതിനേക്കാൾ പിന്നീട് 1 പ്രാവശ്യം കൂടി വെള്ളം എടുത്ത് നീ ഉപയോഗിക്കൽ. അത് നിന്റെ സ്വന്തം വീട്ടിൽ നിന്നാണെങ്കിൽ പോലും അത് അത് പൊതു സ്വത്താണ് എങ്കിൽ, അഥവാ പള്ളിയിലെ വെള്ളമാണ്, ഹൗദിലെ വെള്ളമാണ്, പള്ളിയിലെ ടാങ്കിൽ നിന്ന് നിനക്ക് ലഭിച്ച പൈപ്പിലൂടെ ലഭിച്ച വെള്ളമാണ് എങ്കിൽ 4ാമത്തെ പ്രാവശ്യം നീ അനാവശ്യമായി എടുക്കുന്നതാകുന്ന ഉപയോഗം അത് ഹറാമാണ് എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം സൈനുദ്ദീൻ മഖ്ദൂം